ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. എപ്പോഴും കുക്കിംഗ് വീഡിയോസ് അല്ലേ ചെയ്യുന്നത്. ഇത് നമുക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുക എന്ന് വെച്ചാൽ കൊച്ചു വീടായിക്കൊള്ളട്ടെ, മുറ്റത്ത് 2 ചെടി, അവരുടെ വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ചെറിയ എന്തെങ്കിലും ഒരു പ്ലാന്റ് അവരുടെ ഡൈനിങ് ടേബിളിലോ സിറ്റിംഗ് റൂമിലെ ടേബിളിലോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷമാണ് തരുന്നത്. എനിക്കത് അനുഭവിച്ചറിഞ്ഞാണ് എൻ്റെ വീടിൻ്റെ അകം ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലും ഷെയർ ചെയ്യുന്നത്. നിങ്ങളും നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു മണി പ്ലാന്റെങ്കിലും മേടിച്ച് നിങ്ങൾ മേടിക്കേണ്ട, ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ച് ഇഷ്ടം പോലെ പേരാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് നിറച്ച് വളർന്നു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും. അതാണ് എൻ്റെ സ്വഭാവം. നിങ്ങളെല്ലാവരും ഇത് കണ്ട് ചെയ്യണം. വീടിൻ്റെ അകത്ത് പിടിപ്പിച്ചിട്ട് എനിക്ക് മെസ്സേജ് ഇടണം, ഫോട്ടോ അയച്ചു തരണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന 2 ഇൻഡോർ പ്ലാന്റിൻ്റെയാണ് കാണിക്കുന്നത്. ഒന്ന് സ്വിസ് ചീസ് പ്ലാന്റും ഒന്ന് ഗോൾഡൻ പോത്തോസും. ഞാൻ ഒരാഴ്ച മുമ്പ് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് അതിന് വേര് ഇറങ്ങി തുടങ്ങി, കണ്ടോ? ഇതും ഇത് ഒരാഴ്ച കൂടുതലായിട്ടോ നന്നായിട്ട് വേര് വന്നു ഇതിന്. ഇനി ഇത് കട്ട് ചെയ്യണത് എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ഒരു പീസ് എടുക്കുക. അതിന് ശേഷം ഇത് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക. ഇതിപ്പോൾ ഒരു പ്ലാന്റായിട്ട് നമുക്ക് വന്നോളും. ഇതിൻ്റെ അകത്തുനിന്ന് ഇവിടെ നിന്ന് നമുക്ക് മുളയെടുത്ത് അടുത്ത ലീഫ് വരും. എന്നിട്ട് ഇത്രയും ഭാഗം കണ്ടിച്ച് കളയുക. എന്നിട്ട് അടുത്തത് ഇവിടെ നിന്ന് കണ്ടിക്കുക. ആ ഓരോ മുട്ടിന് വെച്ചിട്ട് കണ്ടിച്ചോളുക. ഇങ്ങനെ. ഇനി ബുഷിയായിട്ട് വന്നോന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണേന്നറിയാം. വെള്ളത്തിൽ നമ്മളിപ്പോൾ വീടിൻ്റെ അകത്ത് ഒരു കുപ്പിയുടെ വാവട്ടമുള്ള ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു ബൗളോ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കണ്ടിച്ചെടുക്കണം. നോക്കിക്കേ, ഇതിപ്പോൾ ഞാൻ ഇത്ര എടുത്തേക്കണേ. ഇനി ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇവിടെ ചുറ്റിക്കെട്ടണം. എന്നിട്ട് ഗ്ലാസ്സിനകത്തേക്ക് വെക്കണം. ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ ഇല, പിന്നെ അതിൻ്റെ ഇലയും മുള പൊട്ടി ലീഫ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. മണ്ണില്ലാത്തവർക്കുള്ളതാണ് ഞാൻ പറയണത്. വെള്ളത്തിനകത്ത് ഇട്ട് വയ്ക്കണം. അതിൻ്റെ അടിയിൽ ഒരു 2-3 പെബിൾസ് മാത്രം ഇട്ട് കൊടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ് എങ്ങനെയാണ് അതിൻ്റെ മണ്ണും ഇതുമൊക്കെ നമുക്ക് ഇടണമെന്നുള്ളത് കാണിച്ചു തരാം. പകുതി കൊക്കോപ്പിറ്റാണ് എടുത്തേക്കണത്. മണ്ണും ചാണകപ്പൊടിയും പിന്നെ അതിൻ്റെ പകുതിയാണ് എടുത്തേക്കണത്. അകത്ത് വയ്ക്കണതിനകത്ത് മണ്ണിൻ്റെ അധികം ആവശ്യമില്ല. ഇത് 3 കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇങ്ങനെ ഈ കൊക്കോപ്പിറ്റ് നമ്മളൊന്ന് കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴുകി ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. അത് കട്ടി പിടിച്ചായിരിക്കും ഇരിക്കണത്. മണ്ണും കൊക്കോപ്പിറ്റും ചാണകപ്പൊടിയും കൂടി ശരിക്കും മിക്സ് ആയിട്ടുണ്ട്. നോക്കിക്കേ. ഇനി നമ്മുടെ ചട്ടി എടുക്കാം. ഇതാണ് ചട്ടി. നമ്മൾ മേടിക്കുമ്പോൾ ഇൻഡോർ പ്ലാന്റിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തുളയുണ്ടാവില്ല. പക്ഷെ നമുക്ക് തുളയിടാനായിട്ടുള്ള ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ എന്നാ വെച്ചാൽ സ്ക്രൂ ഡ്രൈവർ എടുത്ത് നമ്മുടെ ഗ്യാസ് കത്തിച്ച് ചൂടാക്കിയിട്ട് 4 തുളയിടും. ചെറിയ തുളകളാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊന്ന് ഇലയെല്ലാം കഴുകി കൊടുക്കുമ്പോഴേക്കും കുറച്ച് വെള്ളം വരുമല്ലോ, അതൊന്നും ഊർന്നു പോകാനായിട്ട്. അല്ലാണ്ട് നമ്മളൊരു ഇത്തിരി വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുള്ളൂ ഇൻഡോർ പ്ലാന്റിന്. എന്നും പുറത്തെ ചെടിക്ക് ഒഴിക്കണ പോലെ ഇങ്ങനെ കമത്തിയ പോലെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം അത് ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. ഇത്ര എടുത്ത് ഇനി നമ്മുടെ ചെടി എടുക്കാം. നമ്മുടെ ഞാറ് നടുവില്ലേ, അതുപോലെ അങ്ങ് നട്ട് കൊടുത്തേച്ചാൽ മതി. ഇതിൻ്റെയൊക്കെ വേര് നമുക്ക് കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയാം. ഒത്തിരിയും വേരായി.
ഇനി മണ്ണിട്ട് കൊടുക്കാം. ഒരു മാസം ആകുമ്പോഴേക്കും നല്ല ബുഷി പോലെ വരാം. ഞാൻ നട്ടേക്കണത് കാണിച്ചു തരാം കേട്ടോ. വേറെ ഇതുപോലെ തന്നെ അതൊരു 3 മാസം ആയതാണ് എൻ്റെ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചാണ് എടുത്തത്. ഇത് ഇനി നമുക്ക് അടുത്തത് നട്ടു നോക്കാം. ഇതിന് ഞാൻ കണ്ടോ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ് ആണെങ്കിലും ഇടയ്ക്ക് എടുത്ത് പുറത്ത് വെച്ച് മഴയുള്ളപ്പോഴാണെങ്കിലും ഒന്ന് മഴ കൊള്ളിക്കണം. ഒരു കുറച്ച് നേരം മതി. അതിൻ്റെ ഇലയെല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് വരും. ഇനി മഴയില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അതിനകത്ത് സ്പ്രേ ചെയ്യണം പുറത്ത് കൊണ്ട് വെച്ചിട്ട്. അപ്പോൾ ആ ഹോളിലൂടെ അതിലുള്ള വെള്ളം അങ്ങ് പൊയ്ക്കോളും. അല്ലാണ്ട് ഒത്തിരി നേരം കൊണ്ടുപോയി വെയിലത്തും വെക്കരുത് ഇൻഡോർ പ്ലാന്റ്. അന്നേരം അതിൻ്റെ ഇലയെല്ലാം അങ്ങ് പൊള്ളലേറ്റ പോലെ ആയിപ്പോവും. ഒരു കുറച്ച് നേരം ഷെയ്ഡിലേ വയ്ക്കാവുള്ളൂ. സ്ഥിരം അകത്തിരിക്കുന്ന ചെടി ഒരു കുറച്ച് നേരം മുറ്റത്ത് കൊണ്ടുപോയി ഷെയ്ഡിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വന്നോളൂ. അത് എൻ്റെ ശരിക്കും വിൻഡോയിലിരിക്കുന്ന ചെടി കണ്ടു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എന്നും പോയി അതിനെ നോക്കും. എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാം അത് കാണുമ്പോൾ. അത്ര ഭംഗിയായിട്ടാണ് എൻ്റെ ആ 2 ചെടി നിൽക്കുന്നത്. നമുക്ക് നോക്കാം. കണ്ടോ വേര് വന്നിരിക്കണ കണ്ടോ. എല്ലാത്തിനും നമുക്ക് നട്ടു കൊടുക്കാവേ. ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ശരിക്കും നിങ്ങളുടെയൊക്കെ വീട് വല്ല കൈത്തോടിൻ്റെ സൈഡിലോ അങ്ങനെയൊക്കെ അടുത്ത് വീടുള്ളവരാണ് ഈ നമ്മുടെ കൈത്തോട്ടിൽ നിന്നുള്ള മണലുണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ ഈ ശരിക്കും ചാണകപ്പൊടിയും വേണ്ട, കൊക്കോപ്പിറ്റും ഒന്നും വേണ്ട. ആ മണലുണ്ടല്ലോ ഈ കൈത്തോട്ടിൽ നിന്ന് വാരിയെടുക്കുന്നത്, ആ മണലിനകത്ത് മാത്രം ഇൻഡോർ പ്ലാന്റ് നട്ടേച്ചാൽ മതി. നല്ല തഴച്ച് നല്ല ഭംഗിയായിട്ട് വളർന്നോളൂ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. നല്ല ശേല കാണാനായിട്ട്. ഒന്നും ചേർക്കാറില്ല, ചാണകപ്പൊടി ഒന്നും ഇടാറില്ല. നല്ല ഭംഗിയായിട്ടാണ് അവിടെ നിൽക്കണത്. നമ്മുടെ ചെടിയിൽ മണ്ണിട്ട് തീരാറായി. നോക്കിക്കേ, നമ്മുടെ ചെടി 2 നട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ചെടിച്ചട്ടി മേടിക്കുമ്പോൾ ഇതുപോലത്തെ 2 ട്രേയും കൂടി മേടിക്കണം. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ഇത്തിരി വെള്ളമൊക്കെ ഒഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്ന് കിടന്നോളും ഇങ്ങനെ വയ്ക്കാനായിട്ട്. നിങ്ങളിത് നനച്ചു കൊടുക്കുമ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ മാത്രമാണ് വെള്ളം ഇത്തിരീശ സ്പ്രേ ചെയ്യുമോ. ഇനി സ്പ്രേ ചെയ്യാൻ സ്പ്രേയർ ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അവിടെ ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി. നന്നായിട്ട് വളർന്നു വന്നോളും. ഒന്നും ചെയ്യേണ്ട. നല്ല തിക്കായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ തന്നെ നട്ട് പിടിപ്പിച്ചേക്കണത്. ഓക്കെ, നമ്മുടെ ചെടിക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇലയെ പറ്റി പിടിച്ചിരിക്കുന്നതും എല്ലാം പൊയ്ക്കോളും. ഓൾറെഡി കൊക്കോപ്പിറ്റിന് നനവുണ്ട്. എന്നാലും കുറച്ചൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ വേരിന് ഒന്നും ഒരു കുഴപ്പവും വരില്ല. കുത്തനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ കേടാവും. ഇത്രയും നനച്ച് വെച്ചാൽ മതി. ഇനി ഞാൻ എൻ്റെ വിൻഡോ പ്ലാന്റ് എന്ന് പറഞ്ഞല്ലോ, സെയിം തന്നെ നിങ്ങളെ കാണിച്ചു തരാം. വാ, ഇതാണ് എൻ്റെ ഗോൾഡൻ പോത്തേഴ്സ്. നോക്കിക്കേ, എന്തു ഭംഗിയാണെന്നറിയാം. എനിക്കിത് എന്തൊരു ഇഷ്ടമാണെന്നറിയാവോ. ഞാൻ ഇതിൽ നിന്നെല്ലാം 3 മാസമായി ഞാൻ നട്ടിട്ട്. ഇതിൽ നിന്നെല്ലാം കട്ട് ചെയ്തെടുത്താണ് മറ്റേ പിടിപ്പിച്ചേക്കണം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നിറഞ്ഞു കിടക്കുമായിരുന്നു. കട്ട് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ തിക്നെസ് കുറഞ്ഞത്. ഈ 2 പ്ലാന്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി തരുന്ന പ്ലാന്റാണ് ഇത് 2ഉം. നമ്മുടെ വീടിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണി പ്ലാന്റോ എന്തെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിച്ചിരിക്കണം. നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ടല്ലോ, ആ ചെടിയിലേക്ക് നോക്കുക, അതിനൊന്ന് തലോടുക, അതിനൊന്ന് സ്നേഹിക്കുക. ഇതിൽ പരം നമുക്ക് മനസ്സിന് സുഖം കിട്ടുന്നത് വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.